ഗുഡ് ഈവനിങ് ഡിയർ വ്യൂവേഴ്സ്. CP01 ഓറഞ്ച് പ്ലാന്റ് 87ാമത്തെ ദിവസം. ഇന്ന് 1/11/2025 4:08 PM. നിലവിലുള്ള 2 ഇലകളും അത്യാവശ്യം നല്ല രീതിയിൽ കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും എനിക്കെൻ്റെ ഈ കുഞ്ഞിലയിൽ കോൺഫിഡൻസ് ഉണ്ട്. എൻ്റെ ഇലയല്ല, CP01ൻ്റെ ഇലയിൽ കോൺഫിഡൻസ് ഉണ്ട്. വളർന്നു വരും, വളർന്ന് നല്ല രീതിയിൽ വരും. ഇപ്പം കുറച്ച് സെറ്റ് ബാക്കൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. ആ സെറ്റ് ബാക്കുകളെല്ലാം പരിഹരിച്ച് പൂർവ്വശക്തിയോടെ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. മോസ് ഗാർഡനൊന്നും വലിയ കുഴപ്പമില്ലാതെ നിൽപ്പുണ്ട്. 2-3 ദിവസമായിട്ട് നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ നല്ല വെയിലിൽ തന്നെ ഞാൻ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടുണ്ട്. എക്സ്ട്രാ വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും പോയി. ഡ്രൈ ആയതുകൊണ്ട് ഈ മോസ് ഗാർഡൻ അല്ല, നമ്മുടെ ഈ ഗ്രോത്ത് മീഡിയം ചുരുങ്ങിയത് കണ്ടോ. ഇപ്പോൾ ഗ്രോത്ത് മീഡിയവും ഈ പ്ലാസ്റ്റിക് കപ്പും തമ്മിൽ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൊരു ഗ്യാപ്പ് വന്നത് കണ്ടോ. അത് കൺട്രാക്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ്. വെള്ളം ഒരുപാട് പോകുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ചുരുങ്ങും ഈ ഗ്രോത്ത് മീഡിയം. പിന്നെ ഞാനിന്ന് എൻ്റെ ഗാർഡനിൽ നിന്ന് പറമ്പിൽ നിന്നൊരു ചെറിയൊരു മോസിൻ്റെ ഒരു കഷ്ണം എടുത്തു. അതിൻ്റെ ഗ്രോത്ത് മീഡിയം ഉൾപ്പെടെയാണ് ഞാൻ എടുത്തത് കണ്ടോ. അത് വളർന്നു വരുന്ന ആ ഒരു ലെയർ, മണ്ണിൻ്റെ ലെയർ ഉൾപ്പെടെ ഞാനങ്ങെടുത്തു. ഇങ്ങനെയാണ് ഇതിരിക്കുന്നത്. അത് നമുക്ക് പതുക്കെ ഇവിടെ പ്ലേസ് ചെയ്യാം. വരിക, വരൂ, കം ഹിയർ മൈ ഡിയർ ലിറ്റിൽ മോസ്. ലിറ്റിൽ മോസിനെ നമ്മളുടെ മോസ് ഗാർഡൻ്റെ ഭാഗമാക്കിയാണ്. ഇവിടെ ഇരുന്നു കേട്ടോ. കുറച്ച് നല്ല രീതിയിൽ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം, എന്നാലേ അത് നല്ല രീതിയിൽ പിടിച്ചിരിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് നശിച്ചു പോകാനൊരു സാധ്യതയുണ്ട്. CP01 പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. കുറച്ചുകൂടെ ആരോഗ്യം വന്നതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഇപ്പം നിലവിലിപ്പോൾ ഇതിൻ്റെ 2 ഇലകളും കരിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. പൂർണ്ണമായി കരിഞ്ഞില്ല, പക്ഷേ വൈകാതെ തന്നെ കരിഞ്ഞു പോകാനാണ് സാധ്യത കൂടുതൽ. അനിവാര്യമായ അന്ത്യത്തിലേക്ക് കടക്കുകയാണ് 2 ഇലകളും. ഡോണ്ട് ഫർഗെറ്റ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.